ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. വേറൊന്നും അല്ല വീഡിയോ, ഞാൻ ഇന്നൊരു വണ്ടി, എൻ്റെ ഇരിക്കുന്ന ഒരു വണ്ടി കഴുകാനായിട്ട് നമ്മുടെ സർവീസ് സെന്ററിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ എൻ്റെ ഈ കാർ പോർച്ചിൽ ഒരു 3 ബൈക്കുകൾ ഇരിപ്പുണ്ട്. ഈ ഇരിക്കുന്നതിൽ ഈ വണ്ടികളൊന്നും അല്ല നിലവിൽ ഞാൻ കഴുകാനായിട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ കണ്ണപ്പനെ തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഇന്ന് കഴുകാനായിട്ട് കൊണ്ടുപോകുന്ന എൻ്റെ വണ്ടി. ഈ വണ്ടി ലാസ്റ്റ് വെള്ളം തൊടുന്നത് നമ്മുടെ ഈ വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ്. ഏകദേശം ഇപ്പോൾ ഒരു 6 മാസം കൊണ്ടാണ് ഈ വണ്ടി കഴുകിയിട്ട്. അല്ലാതെ വെള്ളം തൊടുന്നുണ്ട്, അല്ലാതെ നമ്മുടെ ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തെ എന്തായാലും സ്വാഭാവികമായിട്ടും വെള്ളം തൊടുന്നുണ്ട്. അതല്ലാതെ ഈ വണ്ടി ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ട് ഏകദേശം 6 മാസത്തോളമായി. അതിന്റെ അഴുക്കെല്ലാം ഇപ്പൊ തന്നെ വണ്ടിയിൽ നിങ്ങൾക്ക് കാണാൻ വെക്കും എത്രത്തോളം അഴുക്കാണെന്ന്. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടായിരുന്നു ഈ വണ്ടിയുടെ ഇന്റീരിയർ കാണുന്ന രീതിയിൽ. അപ്പോഴേ തന്നെ 2-3 പേര് അതിനകത്ത് കമന്റ് ഇട്ടായിരുന്നു, ബ്രോ വണ്ടി ഒന്ന് കഴുകു ബ്രോ എന്ന്. അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പിന്നെ എന്തായാലും വണ്ടി ഒന്ന് കഴുകിക്കളയാന്ന് വിചാരിച്ചത്. ഈ വണ്ടി ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കൃഷിക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അഴുക്കും പാടും എല്ലാം വണ്ടിക്കകത്തുണ്ട്. തുറന്നുകൂടെ കാണിച്ചു തരാം. ദേ ഈ പരുവത്തിലാണ് വണ്ടിയുടെ അവസ്ഥയൊക്കെ. അകത്ത് ഈ ഡോർ, ഈ സീറ്റ് എപ്പോഴും ഇങ്ങനെ മടക്കിയായിരിക്കും ഇട്ടേക്കുന്നത്. ഇതിന്റെ ഇടയിലൊക്കെ കണ്ടില്ല, ഫുള്ള് ചെളിയും അഴുക്കും തന്നെയാണ്. അകത്തെ സീറ്റും പൊടിയും എല്ലായിടത്തും പൊടി അഴുക്കാണ്. പൊടി അഴുക്കും കൊണ്ട് ഫുള്ള് ഈ വണ്ടി നിറഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലിരിക്കുന്നൊരു വണ്ടി കഴുകാനായിട്ട് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോഴത്തേനും അവന്മാര് എന്ത് പറയുന്നതോ, മിക്കവാറും കഴിവില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വിടുന്നതോ, ആ ഒരു അവസ്ഥയിലാണ് വണ്ടി ഇപ്പൊ ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് സർവീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. വണ്ടി ഇങ്ങനെ വെളിയിലുള്ള അഴുക്കും പാടുമൊക്കെ ഉണ്ടെങ്കിലും അന്ന് പണിഞ്ഞിട്ടോണ്ട് വണ്ടിയുടെ എൻജിൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പക്കയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. വണ്ടി ഒന്ന് ന്യൂട്രലാക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കാർബറേറ്റർ വണ്ടിയാണ്, 99 മോഡലാണ്. ആണോ വണ്ടി എന്തൊക്കെ പറഞ്ഞാലേ വണ്ടിയുടെ എൻജിൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പക്കയാണ്. തൊട്ടാൽ മതി സ്റ്റാർട്ട് ആവാനായിട്ട്. നമുക്ക് ഇവിടുന്ന് നേരെ സർവീസ് സ്റ്റേഷനിലോട്ട് വിടാം. വണ്ടിയിൽ ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് സർവീസ് സ്റ്റേഷൻ, ഒരു 2 കിലോമീറ്റർ മാക്സിമം ദൂരമേ ഉള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാം. ഈ കാലൊടിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഓടിക്കാനായിട്ട് നല്ല ടാസ്ക്കാണ്. ഇപ്പൊ എന്താ മെയിൻ റോഡല്ല ടാർട്ട് റോഡിലോട്ട് കയറിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ അധികം ദൂരമൊന്നുമില്ല കേസ് നമ്മുടെ സർവീസ് സ്റ്റേഷനിലേക്ക്. ഏകദേശം ഒരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ അങ്ങോട്ട് എത്താനായിട്ട്. സർവീസ് സ്റ്റേഷൻ എത്തിയപ്പോഴത്തേനും അവിടെ വാഷിങ്ങിന് എന്തൊക്കെയോ ഓഫർ ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും ഫുൾ ബോഡി വാഷ് തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. കണ്ണപ്പനെ കൊണ്ടിട്ട് വണ്ടിയുടെ കോലം കണ്ടപ്പോൾ തന്നെ അവരുടെ എല്ലാം കിളി മാറിപ്പോയായിരുന്നു. കാരണം ഒരു കാറ് വേണ്ടതും വേണ്ടാത്തതും ആയിട്ടുള്ള പൊടി എല്ലാം ഈ വണ്ടിക്കകത്തുണ്ടായിരുന്നു. വണ്ടിയും കൊണ്ട് ചെന്ന ഉടനെ അവർ ആദ്യമേ തന്നെ ഡോറെല്ലാം തുറന്നിട്ടിട്ട് അതിനകത്തുള്ള മാറ്റും കാര്യങ്ങളും എല്ലാം, ഫ്ലോർ മാറ്റും എല്ലാം എടുത്ത് വെളിയിലേക്ക് ഇട്ടു. എന്നിട്ട് ആ പൊടികളെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ അവർ വാക്വം ക്ലീനറാണ് എടുത്തുകൊണ്ട് വന്നത്. ഫ്ലോർ മാറ്റ് വരെ ഇളക്കി മാറ്റി വെച്ചേക്കുന്നുണ്ട്. വണ്ടിയുടെ ഇടയിലും സൈഡിലൊക്കെ ഇരിക്കുന്ന എല്ലാ പൊടികളും ഈ വാക്വം ക്ലീനർ വെച്ച് നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. നമ്മുടെ ഫ്ലോർ മാറ്റൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്ത് വെളിയിലേക്ക് ഇട്ടത് ഇതാ കിടക്കുന്നത്. ഇതിൻ്റെ കളർ കണ്ടിട്ട് ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ഇത്രയും ചെളിയൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. 2 പേരാണ് മൊത്തത്തിൽ ഇപ്പോൾ വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ വാക്വം ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ വണ്ടി തുടച്ചുകൊണ്ടിരിക്കുന്നു. പൊടിയെല്ലാം അങ്ങ് അടിച്ച് കളഞ്ഞതിന് ശേഷം അവർ നേരെ കണ്ണപ്പനെ എടുത്തങ്ങ് പൊക്കുകയായി. വണ്ടിയുടെ അകത്തുള്ള എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ചെയ്യാൻ പോണ പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഔട്ടർ ഫുള്ള് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യലാണ്. അങ്ങനെ ചേട്ടൻ വണ്ടിയുടെ ഒരു സൈഡിൽ നിന്ന് വാട്ടർ വെച്ചടിച്ച് ക്ലീൻ ചെയ്ത് തുടങ്ങി. വണ്ടിയുടെ ടയറിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ കട്ട പിടിച്ച് ചെളി ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഈ സ്പെയർ വെച്ച് അടിക്കുമ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് പോയി തുടങ്ങിയായിരുന്നു. വണ്ടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം തന്നെ വണ്ടിയിൽ താഴെ കിടക്കുന്ന ഫ്ലോർ മാറ്റൊക്കെ അവർ വെള്ളമടിച്ച് ക്ലീൻ ചെയ്തായിരുന്നു. നല്ല രീതിക്ക് വെള്ളമടിച്ച് കയറിയപ്പോൾ തന്നെ കണ്ണപ്പൻ്റെ കളർ ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ നോക്കുന്നൊന്നും അറിയത്തില്ല, പക്ഷേ ആ ഒരു കളർ മറ്റേ അഴുക്കൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്.
വാട്ടർ വാഷിംഗ് കഴിഞ്ഞ് വണ്ടി നിലത്തിറക്കിയിട്ട് ഇവിടുത്തെ മെയിൻ പരിപാടി തുടങ്ങി. ഇതാണ് ഗൈസ് ഫോം വാഷ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കണ്ണപ്പന്റെ ദേഹത്ത് കുറച്ച് പത തട്ടി ഗൈസ്. സംഭവം കണ്ടോണ്ടിരിക്കാൻ അടിപൊളി തന്നെയായിരുന്നു. ചേട്ടനെ സാധനം മേടിച്ചിട്ട് എനിക്ക് തന്നെ 2 അടി അടിക്കാൻ തോന്നി അതിനകത്ത്. അങ്ങനെ ഫോം വെച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം അവർ നേരെ ആ ഫോമെല്ലാം തുടച്ച് ക്ലീൻ ചെയ്യൽ തുടങ്ങി. എന്തൊക്കെയോ പ്രത്യേകതയുള്ള ഫോം ലിക്വിഡാണ് ഇവർ വെച്ച് സ്പ്രേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്നും തുടയ്ക്കുമ്പോൾ തന്നെ എല്ലാ അഴുക്കും പോകുന്നുണ്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ എന്തായാലും മനസ്സിലായി. തുടപ്പ് കഴിഞ്ഞതിന് ശേഷം വാട്ടർ വെച്ചിട്ട് വീണ്ടും വണ്ടി ഫുൾ അടിച്ച് ക്ലീൻ ചെയ്ത് കളയും ഗൈസ്. അതിനുശേഷം വണ്ടിയിൽ ഒരു പതിയോ അഴുക്കോ ഒന്നും കാണത്തില്ല. വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം വണ്ടി നേരെ എടുത്ത് ഇപ്പുറത്തെ സെക്ഷനിലോട്ട് ഇട്ടു. ഇനി ഇവിടെ നിന്ന് തുടച്ച് ക്ലീൻ ചെയ്യലാണ് അടുത്ത പണി. ഇപ്പൊ തന്നെ ഇവിടെ എല്ലാം ഇരുട്ടായി തുടങ്ങിയായിരുന്നു ഗൈസ്. കാരണം കുറെ നേരം ആയ ഈ പരിപാടി തുടങ്ങിയിട്ട്. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് കണ്ടപ്പോൾ കുട്ടനായിട്ട് കിടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് ഗൈസ്. അങ്ങനെ ഫൈനലി കണ്ണപ്പൻ കഴുകി കുട്ടപ്പയായിട്ട് എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. ഞാനിതിൻ്റെ ഫുൾ വ്യൂ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വണ്ടിയുടെ ഫുൾ ഇപ്പോഴത്തെ കഴിവിന് ശേഷമുള്ള ഫുൾ വ്യൂ എങ്ങനെയാണെന്നുള്ളത്. വണ്ടിയുടെ ഇന്റീരിയറൊക്കെ മൊത്തത്തിലൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. കറക്റ്റ് ഷോറൂമിൽ നിന്ന് ഡെലിവറി കിട്ടുന്ന ഒരു കാറിൻ്റെയൊക്കെ ഒരു പ്രതീതിയായിരുന്നു ഈ വണ്ടിയുടെ ഡോർ തുറക്കുമ്പോൾ എനിക്ക് കിട്ടിയത്. വണ്ടിയുടെ അകത്തെ സ്മെല്ല് വരെ അവരെ മാറ്റിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തുറക്കുമ്പോഴത്തേന് നല്ലൊരു മണമാണ്. ആ ഒരു ക്ലീൻ ചെയ്തതിൻ്റെ നല്ലൊരു മണം തന്നെ എന്തായാലും ആ സീറ്റിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. സീറ്റിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന പൊടികൾ വരെ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടിയും കൊണ്ട് ധൈര്യമായിട്ട് എന്തായാലും എവിടെ വേണമെങ്കിലും പോയി കാണിക്കാം ഗൈസ്. ഞാൻ ഡിക്കി കൂടെ നിങ്ങളെ തുറന്ന് കാണിക്കാം. ഡിക്കിയിലാണ് അവർ ആ ഫ്ലോർ മാറ്റൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. കാരണം ഇതൊന്നും നല്ല രീതിക്ക് ഉണങ്ങിയിട്ടില്ലായിരുന്നു. ഇനി ഉണങ്ങിയിട്ട് വേണം ഇതൊക്കെ എടുത്ത് അകത്തേക്ക് ഇടാനായിട്ട്. ഗൈസ് വണ്ടി അങ്ങനെ ഫൈനലി വാഷ് ചെയ്ത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഒരു 4 മണി ടൈമിലാകൊണ്ട് ഇറങ്ങിയതാണ് ഞാൻ വീട്ടിൽ നിന്ന്. ഇപ്പം ഏകദേശം 6:30 6:45. അതായത് വെട്ടം എല്ലാം പോയി ഇരുട്ടായി ഈ വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും. അത്രയ്ക്ക് പണയുണ്ടായിരുന്നു ഈ വണ്ടി വാഷ് ചെയ്യാനായിട്ട്. വണ്ടി വാഷിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. വണ്ടി എന്തായാലും അടിപൊളി കുട്ടപ്പനെ നല്ല മണമുണ്ട് വണ്ടിന്നൊക്കെ. പക്ഷെ ഇതിന് എത്ര നാളെ ഇങ്ങനെ കൊണ്ടുനടക്കാൻ വെക്കുമെന്തോ. എന്തായാലും ബാക്കി ഇനി ഞാൻ നേരെ വീട്ടിലേക്ക് പോകണം കേസ്. അപ്പം ബാക്കിയെല്ലാം അടുത്ത വീഡിയോയിൽ. ബൈ ബൈ.